ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മോശയുടെ വിഷയമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11-ാം അധ്യായത്തിന്റെ 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. എബ്രായർ 11-23 മുതൽ 29 വരെയുള്ള വാക്യം. മോശയെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് മോശയുടെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകം ആദ്യത്തെ അധ്യായങ്ങൾ, അതുപോലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം, അതിലൊക്കെ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസം. മോശ ജനിച്ചപ്പോൾ അവർക്ക് ദൈവം വിശ്വാസം കൊടുത്തതിന് ഫലമായി അവർ മോശയെ കണ്ടു, പ്രോപ്പർ ചൈൽഡായി കണ്ടു. ആ കാഴ്ചപ്പാട് വിശ്വാസം മൂലം അവർക്കുണ്ടായി. രാജാവിനെ ഭയപ്പെടാതെ, രാജാവിന്റെ കോപം ഭയപ്പെടാതെ, കൽപ്പന ഭയപ്പെടാതെ ഒളിപ്പിച്ചു വെക്കുവാൻ തക്ക ഇടയായി തീർന്നു. അമ്രാം, യോഖബേദ് എന്നിവർ ചെയ്തതായ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അടുത്തത് 24-ാം വാക്യമാണ് ഇനി നമ്മുടെ അടുത്ത വിഷയം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മോശയെ തന്റെ മാതാവ് തന്നെ വളർത്തുവാനിടയായ സാഹചര്യം നമ്മളത് ഓർത്താണല്ലോ. ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയും ദൈവത്തിന്റെ വലിയ കരുതലുമാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ അമ്രാമും യോഖബേദും അവരുടെ പൈതലിനെ അല്ലെങ്കിൽ മോശയെ അവർ കണ്ടത് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനായിട്ടാണ്. ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാനുള്ള പൈതലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് കിട്ടിയ അവസരം, എത്ര വയസ്സ് വരെയാണ് നമുക്കറിയത്തില്ല, വളരെ ചെറിയ പ്രായമേ അവർക്ക് ഈ പൈതലിനെ നോക്കുവാൻ ഒരുപക്ഷെ അവസരം കിട്ടിക്കാണുകയുള്ളൂ. എന്നാൽ ആ അവസരത്തിൽ അവർ മോശ ആരാണെന്നും മോശയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്നും മനസ്സിലാക്കിക്കുവാൻ തക്കൊന്നും ഇടയായി തീർന്നു. അതുകൊണ്ടാണ് താൻ വളർന്നപ്പോൾ അവന്റെ വിശ്വാസം, മോശ വളർന്നു വന്നപ്പോൾ മോശയ്ക്ക് ദൈവജനമായ ഇസ്രായേലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമാണെന്ന് എണ്ണുന്നത്, ഇസ്രായേലിലെ സമ്പത്തിനേക്കാൾ വലിയ ധനമാണെന്ന് എണ്ണിയതും ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കവണ്ണം ഈ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ കൊടുത്തതായ ട്രെയിനിങ്, അവർ ചെയ്തതായ പ്രവർത്തനം കാരണമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര അത്ഭുതകരമേറിയതാണ്. അവരുടെ അയൽവക്കത്തുള്ള അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളുടെ ആൺകുഞ്ഞുങ്ങളെയെല്ലാം നീല നദിയിൽ വലിച്ചെറിഞ്ഞ് കൊല്ലുന്ന അവസരം വന്നപ്പോൾ ഈ ഒരു കുഞ്ഞിനെ വളർത്തുവാൻ, അത് വളർത്തുന്നതിന് ശമ്പളം വാങ്ങുവാൻ, ആ കുഞ്ഞിനെ ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ അയക്കുവാനൊക്കെ ഇടയായി തീർന്നത് അവരിലുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ പരിണതഫലമാണ്. ദൈവം അങ്ങനെയാണ് അത് ഇടയാക്കി തീർത്തത്. വീട്ടിലെ അന്തരീക്ഷം കുഞ്ഞുങ്ങൾക്ക് വലിയ വ്യത്യാസം വരുത്തുന്നതാണ്. ഇന്ന് പ്രത്യേകിച്ച് മദേഴ്സ് ഡേയുമാണ്. ഇവിടെ ഇരിക്കുന്ന അനേകർ അവരുടെ ജീവിതത്തിന്റെ സാക്ഷ്യം പറഞ്ഞാൽ പറയാൻ സാധിക്കും, എന്റെ മാതാവിന്റെ കണ്ണുനീര്, എന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് വിശ്വാസികളായ മാതാക്കൾ ഉള്ളവർക്കറിയാം
അവരുടെ അമ്മമാരുടെ പ്രാർത്ഥനയും അവരുടെ ജീവിതവും ആ കുഞ്ഞുങ്ങളെ വളരെ നല്ല രീതിയിൽ വളർത്തുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ മുന്നോട്ട് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരാളിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പീപ്പിൾ ആർ വാട്ട് their mothers make them. മനുഷ്യർ, ആളുകൾ അവരുടെ അമ്മമാർ അവരെ ആരാക്കുന്നോ അതനുസരിച്ചാണ് ആയിത്തീരുന്നത് എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ രാജ്യം വളരെ മാനിക്കുന്ന, രാജ്യത്തെ ഭരിച്ചിരുന്ന എബ്രഹാം ലിങ്കൺ തന്റെ അനുഭവത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഓൾ ദാറ്റ് ഐ ആം ഓർ ഹോപ്പ് ടു ബി ഐ ഹോപ്പ് ടു മൈ ഏഞ്ചൽ മദർ. മാലാഖയെ പോലുള്ള എന്റെ മാതാവാണ് ഞാൻ ഇന്നായിരിക്കുന്ന പോലെ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആകാൻ പോകുന്ന പോലെ എന്നെ ആക്കി തീർത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വേറൊരു അനുഗ്രഹീതനായ ഒരു ദേവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഗിവ് മീ എ ജനറേഷൻ ഓഫ് ക്രിസ്ത്യൻ മദേഴ്സ് ആൻഡ് ഐ വിൽ അണ്ടർടേക്ക് ടു ചേഞ്ച് ദ ഹോൾ ഫേസ് ഓഫ് സൊസൈറ്റി ഇൻ 12 months. യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്ന ക്രിസ്തീയ മാതാക്കളുടെ ജനറേഷനെ എനിക്ക് തരാമെന്നത് 12 മാസത്തിനുള്ളിൽ ഈ സൊസൈറ്റി, ഈ സമൂഹത്തിന്റെ മുഖച്ഛായ മുഴുവൻ മാറ്റാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാനിതൊക്കെ പ്രത്യേകിച്ച് മദേഴ്സ് ഡേ ആയതുകൊണ്ട് പറയാനുള്ള കാരണം, ഇവിടെ ഇരിക്കുന്ന പലരും അവരുടെ മക്കൾ ഇപ്പോൾ പ്രായമായി കഴിഞ്ഞു. എന്നാൽ ഇനി കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്ന നമ്മുടെ മാതാക്കളുണ്ട്, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള നമ്മുടെ സൗകര്യന്മാരുണ്ട്. എന്നാൽ മാതാക്കളുടെ, പിതാക്കന്മാരുടെ കർത്തവ്യം വളരെ വലുതാണ്. ചർച്ചിൽ വരുന്നത് കൊണ്ടോ സൺഡേ സ്കൂൾ പഠിക്കുന്നത് കൊണ്ടോ അല്ല, വീട്ടിൽ നാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങളുടെ വിശ്വാസമായി തീരുവാൻ തക്ക ഇടയായി തീരുന്നത്. ഒരു ജെ കെസ്ലർ എന്ന് പറയുന്ന ആൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. അദ്ദേഹം ഒരു ദിവസം ഒരു സെമിനാർ നടത്തി കഴിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചു. കാരണം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ പിതാവ് അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ഓർഫനേജിൽ വളർന്ന പിതാവാണ്. ഈ ഓർഫനേജുകാർ ഇദ്ദേഹത്തെ വളർത്തി. അദ്ദേഹം പ്രായമായി, കുടുംബമായി. അദ്ദേഹത്തിനൊരു മകനുണ്ടായി. ആ മകനാണ് ജെ കെസ്ലറോട് ഈ വിവരം പറയുന്നത്. തനിക്ക് വീട്ടിൽ പിതാവിൽ നിന്ന് ലഭിക്കുന്നതായ അറ്റ്മോസ്ഫിയർ വളരെ മോശമായിട്ടുള്ളതാണ്. വളരെ പെട്ടെന്ന് പിതാവ് അങ്ങ് ദേഷ്യപ്പെടും. വളരെ പെട്ടെന്ന് ഈ മകനെ എന്തൊക്കെ വേണേലും പറയും, അടിക്കും, ഉപദ്രവിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് തണുക്കും. ഈ മകൻ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ പിതാവ് എന്റെ ആ കോപം സഹിക്ക വയ്യാതെ അവൻ ഒരുപാട് കരയുകയും പദം പറയുകയൊക്കെ ചെയ്തപ്പോൾ ഈ അപ്പൻ അവിടെ ഇരുന്ന് 2 കൈയും തലയ്ക്ക് കൊടുത്തുകൊണ്ട് കുറച്ചുനേരം അങ്ങ് കരയുവാൻ തുടങ്ങി. ഈ മകൻ അങ്ങ് വളരെ വിഷമം വന്നു. മകൻ ചെന്ന് അപ്പനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു: മോനെ, നിന്നെ സ്നേഹിക്കണമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. ഒരപ്പൻ എന്താണ്, ഒരപ്പൻ എങ്ങനെയാണ് മക്കളെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിന്നോട് സ്നേഹമായി ഇടപെടണമെന്ന് വിചാരിക്കുമ്പോഴും കോപിച്ചു പോവുകയാണ്. അതാണ് എന്നിൽ പറ്റിയതായ കുഴപ്പമെന്ന് പറഞ്ഞു. ആ മകൻ അപ്പന്റെ കൈയെടുത്ത് മാറ്റിയിട്ട് ഹഗ് ചെയ്തിട്ട് ആ മകനും അപ്പനും തമ്മിൽ എന്നിട്ട് അപ്പൻ പറഞ്ഞതാണ്: എന്റെ മോനെ, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, എനിക്ക് നിന്നെ ഒന്ന് സ്നേഹിക്കണം, പക്ഷെ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ എല്ലാം ചുരുക്കം ഇതാണ്: നമ്മുടെ വീട്ടിലെ അന്തരീക്ഷമാണ് നമ്മുടെ വിശ്വാസം വളരുവാൻ തക്കനിടയാകുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത്. ആരാധനയ്ക്ക് പോകുന്നതിന് മടി കാണിക്കുകയാണെങ്കിൽ നമ്മുടെ തലമുറയെ ആരാധനയ്ക്ക് പോകാൻ വളരുമ്പോൾ ആരും വഴക്ക് പറയേണ്ട കാര്യമില്ല. ആത്മീയ കാര്യത്തിൽ ശുഷ്കാന്തിയൊന്നും ഇല്ലാതെ വളരെ മോശമായ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങൾ നയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വീട്ടിലാരെങ്കിലും ഫോൺ വിളിച്ചാൽ പ്രായമായി കഴിയുമ്പോൾ പിള്ളേരോട് പറയും: മോനെ, ഫോൺ എടുത്തേച്ച് ഡാഡി വിടില്ലെന്ന് പറയടാ എന്ന് പറഞ്ഞാൽ അവനത് പറയുമായിരിക്കും. പക്ഷെ അവന്റെ ഉള്ളിൽ
എന്റെ അപ്പൻ ഇതേ വിശ്വാസമുള്ള ആളാണ്, ഇത് തന്നെ മതി എന്നുള്ളതായിരിക്കും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കാര്യത്തിൽ പോലും മാതൃകയിൽ സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ മാതാപിതാക്കളായി നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. ഇത്രയും പറഞ്ഞ ഞാൻ ആ ഭാഗം അവിടെ നിർത്തട്ടെ. അമ്രാമിനും യോക്കബേദിനും അവർ മകനും പേർന്നു കൊടുത്തത് യഥാർത്ഥമായ ശരിയായ രീതിയിലുള്ള ശക്തമായ വിശ്വാസമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം നോക്കണമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. 7-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ 23-ാമത്തെ വാക്യം 22 മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. നോക്കുക, ഇപ്പോൾ പ്രായം കുറച്ചായി, 40 വയസ്സായി. 40ഓളം വയസ്സായപ്പോൾ അവന് തന്റെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളെ പോയി കാണണമെന്ന് തോന്നി. എന്താണ് അതിന്റെ കാരണം? അവന്റെ കൊച്ചു പ്രായത്തിൽ അവന്റെ അമ്മയിൽ നിന്ന് അപ്പനിൽ നിന്ന് അവനിൽ കിട്ടിയ വിശ്വാസം. അവര് പറഞ്ഞു കൊടുത്തു, മോനെ, നമ്മുടെ വല്യപ്പച്ചനായ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനോട് ദൈവം ഇന്ന വാഗ്ദത്തങ്ങൾ കൊടുത്തു. അബ്രഹാമിന് വാർദ്ധക്യത്തിൽ 100 വയസ്സുള്ളപ്പോൾ ഒരു മകൻ ജനിച്ചു. നിന്റെ ഗ്രാൻഡ് ഫാദർ ഇസാക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് അതെല്ലാം മനസ്സിലാക്കി പറഞ്ഞു, നീ മിസ്രയീമനല്ല, നീ ഒരു ഈജിപ്ഷ്യൻ അല്ല, നീ ഇവിടെ വാഴുന്നവനല്ല, ഇവിടെ ഭരിക്കാനുള്ളവനല്ല, നീ ഇസ്രായേലിനാണ്, നീ ദൈവത്തിന്റെ പൈതലാണ്. നിന്റെ സഹോദരന്മാർ ഇതാ അവർ തീച്ചൂളയിൽ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, അവരവിടെ അടിമവേല ചെയ്യുകയാണ്, ഇഷ്ടിക ചൂളയിൽ വേർത്തൊലിച്ച് അവർ കഷ്ടപ്പെടുകയാണ്, അവരുടെ മേലധികാരികൾ അവരെ അടിക്കുകയാണ്, അവരെ ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് നിന്റെ പ്രായത്തിലുള്ള സമപ്രായക്കാരായ കുഞ്ഞുങ്ങളെല്ലാം നീലനദിയിൽ ഡ്രൗൺ ചെയ്ത് മുങ്ങി മരിച്ചു പോയപ്പോൾ, മോനെ, നിന്നെ ദൈവം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് നിന്നെ അവരെ വിടുവിക്കാൻ വേണ്ടി വീണ്ടെടുപ്പുകാരനായിട്ടാണ്. ഇതവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ വിശ്വാസം അവനിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. 40 വയസ്സായപ്പോൾ വെറുതെ തോന്നിയതല്ല, ദൈവം അവന്റെ ഹൃദയത്തിൽ തോന്നിച്ചു, പോയി തന്റെ സഹോദരന്മാരെ ഒന്ന് കാണണമെന്ന്. അതിനുവേണ്ടി അവൻ പോയ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അവൻ പോയെങ്കിലും അവന്റെ ആ പ്രയത്നം ശരിയായില്ല. അവൻ പോയി ഇസ്രായേലിനെ അടിക്കുന്ന കണ്ടപ്പോൾ ഇസ്രായേലിനെ അടിച്ചു കൊന്നു. എന്നാൽ അടുത്ത ദിവസം ഒരു 2 എബ്രായർ തമ്മിൽ വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞു, ആ സഹോദരന്മാരാ ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നലെ നീ ഈജിപ്തിനോട് ചെയ്ത പോലെ എന്നോട് ചെയ്യാൻ വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞ് അവനെ മുന്തിക്കളഞ്ഞു എന്നാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. എന്നാൽ പിന്നെ 40 വർഷക്കാലം, അടുത്ത 40 വർഷക്കാലം മിദ്യാനിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന മോശയാണ് നാം കാണുന്നത്. അതിന്റെ ഒടുവിൽ ദൈവം അവന് വേണ്ടി ഇറങ്ങി വന്നു. നാം ആ ഭാഗം വായിക്കുമ്പോൾ 40 വർഷം മുമ്പ് മോശയ്ക്ക് തന്റെ ജനമായ തന്റെ സഹോദരന്മാരെ കണ്ടിട്ട് മനസ്സിലങ്ങ് വലിയ ഭാരം തോന്നി. ഇവരെ വിടുവിക്കാൻ ഉള്ള ആളാണ്, വിടുവിക്കണം, ഇവരെ എങ്ങനെയും രക്ഷിക്കണം എന്ന് വിചാരിച്ചു പോയി. ആദ്യത്തെ ശുശ്രൂഷ തന്നെ പരാജയമായി തീർന്നു. എന്നാൽ 40 വർഷക്കാലം ദൈവത്തിന്റെ പാഠശാലയിൽ കടന്നു വന്നപ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. അപ്പൊ മോശ 40 വർഷം മുമ്പ് കണ്ടു, മോശ ചെയ്യാൻ നോക്കിയിട്ട് സാധിച്ചില്ല. ദൈവം പറയുകയാണ്, എന്റെ സമയം ഇപ്പോഴാണ്, ഞാനത് കണ്ടു, ഞാനവരെ വിടുവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പിന്നെ ആർക്കും തടയുവാൻ കഴിയുകയില്ല. പലപ്പോഴും മാനുഷിക പ്രവൃത്തികൾ വളരെ തിടുക്കത്തിലായി പോകുന്നുണ്ട്, അതുകൊണ്ട് പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സമയം വരെയും കാത്തിരിക്കുമ്പോൾ നമ്മേക്കാൾ അധികം തന്റെ വേലയെ കുറിച്ച്, തന്റെ ജനത്തെ കുറിച്ച് കൺസേൺ ഉള്ള ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. മോശയുടെ വിശ്വാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് മോശയ്ക്കുള്ളതായ വിശ്വാസത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ 3 തീമുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന്റെ വിശ്വാസ നിമിത്തം ചിലത് അവൻ റിഫ്യൂസ് ചെയ്തു. റിഫ്യൂഷൽ ഓഫ് ഫെയ്ത്ത്. അവൻ വിട്ട് എന്താണ്? പാപത്തിന്റെ തൽക്കാല ഭോഗമെന്ന്. 2 ഇസ്രായേലിലെ സകല നിക്ഷേപം. അതിനെക്കുറിച്ച് നാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് രണ്ടും വിട്ടുകളയുവാൻ എന്തൊക്കെ ഇടയായി തീർന്നു. പിന്നെ അവൻ വിശ്വാസത്താൽ അവൻ നിന്ന ഏറ്റെടുക്കുവാൻ എന്തൊക്കെ ഇടയായി തീർന്നു. റിപ്രോച്ച് ഓഫ് ഫെയ്ത്ത്. അവൻ ഏറ്റെടുത്തത് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് നല്ലതെന്ന് എണ്ണുവാൻ എന്തൊക്കെ ഇടയായി തീർന്നു. അടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രതിഫലമാണ്. അവൻ പ്രതിഫലം നോക്കി മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലം
ഏറ്റവും അൾട്ടിമേറ്റായി അന്തിമമായി ലഭിക്കാൻ പോകുന്ന പ്രതിഫലം. ഈ 3 കാര്യങ്ങൾ ഈ മോശയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. മോശയ്ക്ക് വിശ്വാസത്താൽ, ഇവിടെ നമ്മുടെ വിഷയം ഇതാണ്, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. നമ്മുടെ വിഷയം വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ പഠിച്ചു വരുന്ന ഇതാണ്. വിശ്വാസം എന്നിവിടെ ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്, ദൈവം എന്ത് കൽപ്പിച്ചോ അത് നടക്കും, അത് ഞാൻ ചെയ്യും. അതിന്റെ കോൺസിക്വൻസസ് വിഷയമല്ല, അതിന്റെ സാഹചര്യങ്ങൾ സർക്കംസ്റ്റൻസസ് വിഷയമല്ല. ദൈവം പറഞ്ഞതാണെങ്കിൽ അത് അങ്ങനെ നടക്കും, അങ്ങനെ ചെയ്യും. അതാണ് മോശയുടെ ജീവിതത്തിലുള്ള വിശ്വാസം ഇവിടെ എടുത്തു കാണിക്കുന്നത്. മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. ഇതാണ് വിശ്വാസം. ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ പാപത്തിന്റെ ഭോഗമല്ല, ദ പ്ലഷേഴ്സ് ഓഫ് സിൻ, അല്ലെങ്കിൽ ലോകത്തിലെ പ്ലഷർ തരുന്നതെല്ലാം താൽക്കാലികമാണെന്ന് ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. ടെമ്പറലാണ്, ഇതെല്ലാം നിലനിൽക്കാത്തതാണ്, ഇതെല്ലാം ഇല്ലാതെയായി തീരുന്നതാണ് എന്നുള്ള ജ്ഞാനം ലഭിക്കുവാൻ ഇടയായി തീർന്നത് വിശ്വാസത്താലാണ്. മോശ ഒത്തിരി പഠിച്ചതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്ന അവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു, അതിസമർത്ഥനായിരുന്നു. എഡ്യൂക്കേഷൻ വളരെ ശക്തമായ. ചരിത്രം പറയുന്നത് ഫറവോന്റെ പുത്രിക്ക് വേറെ മക്കളില്ലായിരുന്നു. ഫറവോൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത സിംഹാസനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം ഉള്ള ട്രെയിനിങ്ങുകളെല്ലാം മോശയ്ക്ക് അവിടെ നിന്ന് കൊടുത്തിരുന്നു. പക്ഷേ അവന്റെ ആ പഠനത്തെക്കാൾ, അവന് ലഭിച്ച ആ എഡ്യൂക്കേഷനേക്കാൾ ശക്തമായതായിരുന്നു അവരിൽ വ്യാപരിച്ചിരുന്ന വിശ്വാസം. അതുകൊണ്ടാണ് അവൻ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നത്. പ്ലഷർ ഒരു ഭാഗത്ത്, കഷ്ടത വേറൊരു ഭാഗത്ത്. മാനുഷിക രീതിയിൽ ഇത് രണ്ടും കൂടെ നമുക്ക് നീട്ടിട്ടെന്ന് നമ്മൾ എന്താണ് എടുക്കുന്നത്? സൗഖ്യം ഒരിടത്ത്, കഷ്ടത വേറൊരിടത്ത്, സന്തോഷം ഒരിടത്ത്, ദുഃഖം വേറൊരിടത്ത്. എന്നാൽ നമ്മളെല്ലാവരും മാനുഷിക രീതിയിൽ സന്തോഷമേ എടുക്കുകയുള്ളൂ, പ്ലഷറേ എടുക്കുകയുള്ളൂ. കഷ്ടത തിരഞ്ഞെടുക്കുവാൻ ആരും തയ്യാറാകുകയില്ല. എന്നാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒന്ന് ഒരു ദൈവവൈതലിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് കഴിയും. അത് പഞ്ചേന്ദ്രിയങ്ങളിൽ ആശ്രയിക്കുന്ന, മനുഷ്യന്റെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നവർക്ക് ഇതുപോലെ പോഷത്തരം വേറെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. മോശയെ ഇന്നത്തെ കാലത്തൊന്ന് നിർത്തിയാൽ, മോശയെ കുറിച്ച് ആരെങ്കിലും പറയാൻ തുടങ്ങിയാൽ, മോശയെ കുറിച്ച് ആരെങ്കിലും എഴുതാൻ തുടങ്ങിയാൽ, അവന് മിസ്രൈമിൽ ലഭിച്ചിരുന്നത് വളരെ സുഖകരമായ ജീവിതം. മിസ്രൈമിൽ രാജകൊട്ടാരത്തിൽ വളരെ നല്ല മനോഹരമായ റൂം, മനോഹരമായ കൊട്ടാരം, കൂട്ടുകാർ നല്ല രീതിയിൽ, ഇഷ്ടം പോലെ ചെലവഴിക്കുവാൻ പണം, തനിക്ക് എന്ത് വേണം അതെല്ലാം റെഡി, ഇഷ്ടം പോലെ സെർവൻസ്, ഇഷ്ടം പോലെ സുഖങ്ങള്, സൗകര്യങ്ങള്, വേണ്ടിയതെല്ലാം അവൻ എന്താഗ്രഹിക്കുന്നു അതെല്ലാം അവന് വേണ്ടി ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം അവന് റെഡിയാണ്, അവന് വേണ്ടി ഉള്ളതാണ്. അവന് എത്ര പേര് ഒരു കൈ കാണിച്ചാൽ, ആംഗ്യം കാണിച്ചാൽ അവന്റെ പിന്നിൽ വരാൻ അവന് ഫെയിമും അവന് മണിയും എല്ലാം ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ അത് മാറ്റി വെച്ചിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. കാരണം അവനിൽ യാതൊരു വിശ്വാസം, വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് അവൻ കണ്ടു ഈ മിസ്രൈമിലെ കൊട്ടാരത്തിലെ സുഖങ്ങൾ, പ്ലഷേഴ്സ് എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെതായ കാര്യം മാത്രമല്ല. പ്ലഷേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ലഭിക്കുന്നതായ, അവന് കിട്ടുന്നതായ സ്ഥാനങ്ങൾ, അവന് കിട്ടുന്നതായ നന്മകൾ, അവന് കിട്ടുന്നതായ പേരുകൾ, പെരുമകൾ, സക്സസ്ഫുൾ, പൊസിഷൻ, പ്രസ്റ്റീജ്, power, wealth and freedom from all the problems. ഇതെല്ലാമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ പോലും ആളുകൾക്ക് വേണ്ടിയത് കഷ്ടതയല്ല, ആളുകൾക്ക് വേണ്ടിയത് നിന്ദയല്ല, ആളുകൾക്ക് വേണ്ടിയത് സൗഖ്യമാണ് വേണ്ടത്, ആരോഗ്യമാണ് വേണ്ടത്, പേരാണ് വേണ്ടിയത്, പ്രശ്നമില്ലാത്ത അവസ്ഥയാണ് വേണ്ടിയത്.
ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ ഇന്ന് താല്പര്യപ്പെടാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തിലെ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ മോശയിൽ വ്യാപരിച്ച ആ പഴയ നിയമ അനുഗ്രഹങ്ങളൊക്കെ ഭൗതികമാണ്. നമുക്കറിയാം, മെറ്റീരിയൽ ആയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെല്ലാം സ്പിരിച്വൽ ആയുള്ള അനുഗ്രഹങ്ങൾ ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ ആ പഴയ നിയമത്തിലെ അനുഗ്രഹങ്ങളിൽ നടുവിൽ പോലും മോശ കഷ്ടത തെരഞ്ഞെടുത്തിട്ട് ആ പ്രസ്റ്റീജിയും സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം മാറ്റിവെച്ചു. എന്നാൽ ഇന്ന് ആളുകൾക്ക് യേശുവിന് വേണ്ടിയത് എന്തിനു വേണ്ടിയാണ്? പ്രശ്നമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. ആളുകൾക്ക് യേശുവിനെ വേണ്ടിയത് രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്. ആളുകൾക്ക് യേശുവിനെ വേണ്ടിയത് കടം മാറി കിട്ടാൻ വേണ്ടിയാണ്. ആളുകൾക്ക് യേശുവിനെ വേണ്ടിയത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാറി എപ്പോഴും സന്തോഷമായി ജീവിക്കണം, ഇതിനു വേണ്ടിയാണ്. എന്നാൽ നിന്ന തിരഞ്ഞെടുക്കുവാൻ, കഷ്ടത തിരഞ്ഞെടുക്കുവാനാണ് ക്രിസ്തീയ മാർഗം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങുമ്പോൾ നിന്നയാണെങ്കിലും തീച്ചുളയുടെ അനുഭവമാണെങ്കിലും വേദനയാണെങ്കിലും അത് മതി എന്ന് കാണത്തക്ക കണ്ണുള്ളവരാണ് യഥാർത്ഥമായ വിശ്വാസികൾ. ട്രൂ ബിലീവേഴ്സ് അതാണ്. വളരെ ശരിയായ വിശ്വാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ തക്ക ഇടയായി തീർന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്ന് അവൻ ചിന്തിച്ചത്, ഈ മിസ്രൈമിലെ നിക്ഷേപങ്ങളെല്ലാം ടെമ്പററിയാണ്. ഒരു ദിവസം മരണം പിടികൂടും, മരണത്തോടുകൂടി ഇതെല്ലാം നഷ്ടമായി തീരും, ആ ശവക്കുഴി വരെ ഇതെല്ലാം പിന്തുടരുകയുള്ളൂ. എന്നാൽ മരണത്തിനപ്പുറത്തൊരു ജീവനുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഗ്രഹിക്കാൻ ഇടയായി തീർന്നത് അവനിൽ വ്യാപരിച്ച വിശ്വാസമാണ്. അതുകൊണ്ട് ഈ കഷ്ടത നൊടിനേരത്തേക്കുള്ളതാണ്, തേജസ്സിന്റെ നിത്യഗാനമാണ് ഇതിനപ്പുറത്തുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അതിന്റെ ഫലമായി പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് താൻ തെരഞ്ഞെടുക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. തെരഞ്ഞെടുപ്പ് ഈസി ഒന്നുമല്ല. അവന് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പേ വളരെ ചിന്തിച്ചു കാണും. വളരെ മിസ്രൈമിൽ നിന്ന് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് അവൻ ഇസ്രായേൽ ജനത്തിന്റെ അടുക്കിലേക്ക് കഷ്ടത തെരഞ്ഞെടുത്ത് പോകുമ്പോൾ അവനോട് തന്നെ പിശാച് മന്ത്രിച്ചു കാണും, ഈ മണ്ടത്തരമാണ് കാണിക്കുന്നത്. നിനക്ക് ഈ കൊട്ടാരത്തിലെ സുഖങ്ങൾ, നിനക്ക് കിട്ടാൻ പോകുന്ന പദവികൾ ഇതെല്ലാം വിട്ടിട്ട് അടിമവേല ചെയ്യുന്ന നിന്റെ സഹോദരന്മാരോടുകൂടെ പോയാൽ നീയും നശിക്കും, നിന്റെ സഹോദരന്മാരെ നശിക്കും, ഒരു നന്മയും വരികയില്ല എന്ന്. എന്നാൽ വിശ്വാസം അവനോട് പറഞ്ഞു, അല്ല, ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇവിടെ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. 4-ാം തലമുറക്കാർ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 400 വർഷമേ ഇതുള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറത്ത് ദൈവം നന്മ വെച്ചിട്ടുണ്ട്. ആ പിതാക്കന്മാർ കാത്തിരുന്നത് ഈ ലോകത്തിലെ വിഷയങ്ങളല്ല, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായൊരു നഗരം. ഈ മിസ്രൈം നശിച്ചു പോകും, മിസ്രൈമ ഭരണകൂടം നശിച്ചു പോകും, അതിനപ്പുറത്തുള്ളത് ഇത് രണ്ടും കൂടുള്ള വടംവലി അവന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവൻ വിശ്വാസത്തിന് കീഴടങ്ങി മിസ്രൈമ കൊട്ടാരത്തേക്കാൾ മരണാനന്തരം തനിക്ക് ലഭിക്കാൻ പോകുന്ന ആ മഹത്വമേറിയ പദവി താൻ സ്വീകരിപ്പാൻ തക്ക ഇടയായി തീർന്നു. പലപ്പോഴും അവന് അവിടെ അവന്റെ ജീവിതത്തിലുള്ളതായ വിശ്വാസം അത് ശക്തിയോടുകൂടെ പ്രവർത്തിക്കുവാൻ തക്ക ഇടയായി തീർന്നു. പലരും ചിന്തിക്കും, ഈ വിശ്വാസമാർഗം തിരഞ്ഞെടുക്കുന്നത് അറിവും പക്വതയും ഇല്ലാത്ത ആളുകളാണെന്ന്. എന്നാൽ മോശ തിരഞ്ഞെടുത്ത വിശ്വാസമാർഗം, കഷ്ടതയുടെ മാർഗം പക്വതയില്ലാത്ത ആളല്ല. 40 വയസ്സ് പ്രായമായി കഴിഞ്ഞപ്പോഴാണ്. മുമ്പേ ചിന്തിച്ചതുപോലെ എബ്രായലേഖനം അപ്പോസ്തല പ്രവൃത്തി 7:22 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായ, വളരെ എഡ്യൂക്കേറ്റഡ് ആയ, വളരെ കഴിവുള്ള മോശയാണ് ഈ മനുഷ്യന് പോഷത്വമെന്ന് തോന്നുന്നതായ വിശ്വാസത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുവാൻ തക്ക ഇടയായി തീർന്നത്. വിശ്വാസമാർഗം തിരഞ്ഞെടുക്കുന്നവർ പലതും ത്യജിക്കേണ്ടി വരുമെന്ന് മോശയുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവന് ത്യജിക്കേണ്ടി വന്നത് സ്ഥാനം അവൻ ത്യജിക്കേണ്ടതായിട്ട് വന്നു. അവന്റെ സ്ഥാനം എന്താണ്? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറയുന്ന സ്ഥാനം. മുമ്പേ നാം ചിന്തിച്ചതുപോലെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് പറഞ്ഞാൽ അടുത്തതായി താൻ സിംഹാസനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം യോഗ്യനായിട്ടുള്ളവനാണ്. എന്നാൽ അത് മാറ്റിവെച്ചിട്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചിട്ട് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ എബ്രായലേഖനം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ
ഇബ്രായ ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിന്റെ മാർഗത്തിൽ വന്നിട്ട് പിന്നെ മോശയൊക്കെ കണ്ട ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകാൻ തുടങ്ങുന്നവർക്കാണ് ഇത് എഴുതിയത്. എന്നാൽ ഇവിടെ ലേഖനകാരൻ സമർത്ഥിക്കുന്ന എന്താണ്? മോശ പോലും മിസ്രൈമിലെ വലിയ പദവിയേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമാണെന്ന് എണ്ണുവാൻ തക്ക ഇടയായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവന് ഇവിടെ ആ സ്ഥാനം വേണ്ട എന്ന് വെക്കുവാൻ തക്ക ഇടയായി തീർന്നു. അത് വിട്ടിട്ട് അവൻ മാറുവാൻ, നിന്ന് തെരഞ്ഞെടുക്കുവാൻ, കഷ്ടത തെരഞ്ഞെടുക്കുവാൻ തക്ക ഇടയായി തീർന്നു. ഇതാണ് വിശ്വാസ മാർഗം. ഇന്ന് അനേകർ സ്ഥാനത്തിന് വേണ്ടി വരുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മോശയ്ക്ക് ഫറവന്റെ പുത്രിയുടെ മകൻ എന്ന് പറയുന്ന ആ വലിയ ലോകത്തിൽ അന്ന് ലഭിക്കാവുന്ന ഒരുപക്ഷെ ഏറ്റവും ചോപ്പായുള്ള സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റിവെച്ചിട്ട് കഷ്ടപ്പെടുന്ന ഇഷ്ടിക ചൂളയിൽ വേല ചെയ്യുന്ന സഹോദരന്മാരുടെ അടുക്കിലേക്ക് പോയത് അവിടെ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. അല്ലെങ്കിൽ 600,000 വരുന്ന ഇസ്രായേൽ ജനത്തിന്റെ എല്ലാം ലീഡറാകാമെന്ന് പോലും താൻ ആഗ്രഹിച്ചിട്ടല്ല. ഇന്ന് അനേകരും വിശ്വാസ മാർഗത്തിൽ വരുന്നത് സ്ഥാനം കിട്ടുവാൻ വേണ്ടിയാണ്, പൊസിഷന് വേണ്ടിയാണ്, പേരിന് വേണ്ടിയാണ്. അങ്ങനെ വരുന്ന അനേകരെ കുറിച്ചൊക്കെ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ മോശ അത് സ്ഥാനമൊന്നും നോക്കിയില്ല. ഉള്ള സ്ഥാനം തന്നെ താൻ വിട്ടുകളഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുവാൻ തക്ക ഇടയായി തീർന്നത്. തന്നെയുമല്ല, താൻ സ്ഥാനം ത്യജിച്ചു എന്ന് മാത്രമല്ല, ധനം ത്യജിക്കുവാൻ തക്ക ഇടയായി തീർന്നു. ഇസ്രായേലിലെ സകല നിക്ഷേപങ്ങളും മോശ ഇസ്രായേലിൽ തന്നെ പാർത്തിരുന്നുവെങ്കിൽ വേറൊരു ഈജിപ്തിലെ ആ വലിയ രാജാക്കന്മാരെയൊക്കെ അടക്കി വെച്ചിരിക്കുന്നതായ ആ വേറൊരു മമ്മി പോലെ വേറൊരു ഈജിപ്തിലെ വേറൊരു പിരമിഡിനുള്ളിൽ മോശയുടെ ശരീരം അടക്കപ്പെടുവാൻ തക്കവണ്ണമുള്ളതായ ഫ്യൂച്ചർ മാത്രമേ കിട്ടുകയുള്ളായിരുന്നു. എന്നാൽ ആ ധനമൊക്കെ താൻ നിസ്സാരമെന്ന് എണ്ണിയിട്ട് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. നന്മ പ്രതീക്ഷിച്ചല്ല, ഭൗതികം ആഗ്രഹിച്ചല്ല, ദൈവജനത്തോടുകൂടെ അവൻ കഷ്ടം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെട്ടത്. മിസ്രൈമിലെ കൊട്ടാരം, മിസ്രൈമിലെ നന്മകളെല്ലാം അതിൻ്റെതെല്ലാം താനോട് അവകാശിയാകാൻ പോവുകയാണ്, ഉടമസ്ഥനാകാൻ പോവുകയാണ്. അതാണ്. അപ്പോൾ അവൻ സ്ഥാനം ത്യജിച്ചു, അവൻ ധനം ത്യജിച്ചു, അവൻ ഇസ്രായേൽ ദൈവജനത്തോടുകൂടിയുള്ള കഷ്ടത തിരഞ്ഞെടുത്തു. ക്രിസ്തുവിന് നിന്ന് വലിയ ധനം എന്ന് എണ്ണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇതാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്, യഥാർത്ഥമായി ദൈവത്തെ പിൻപറ്റുന്ന മാർഗം എന്ന് പറയുന്നത്. നമ്മൾ പാടുന്ന ഒരു പഴയ പാട്ടുണ്ട്, എം ചെറിയാൻ സാറ് എഴുതിയതാണ്, വാക്തത്വ നാട്ടിലൻ വിശ്രമമാം വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാം. അതിന്റെ 1-2 അടികൾ വളരെ ചിന്തനീയമായിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് നാം പാടാറുള്ളത്. പാപത്തിനിമ്പഭോഗം വേണ്ട, ഞാൻ പാടുപേടാമെന്നേശുവിനായി. പാപത്തിനിമ്പഭോഗം വേണ്ട, ഞാൻ പാടുപേടാമെന്നേശുവിനായി. മിസ്രയീം സമ്പത്തേതിലും എന്റെ ക്രിസ്തുവിൻ മിസ്രയീം സമ്പത്തേതിലും എന്റെ വാഗ്ദത്ത നാട്ടിലൻ വിശ്രമമാ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. വാഗ്ദത്ത നാട്ടിലൻ വിശ്രമമാ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. പാപത്തിനിമ്പ ഭോഗം അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് മിസ്രൈമിലെ സമ്പത്ത് ഏതിനേക്കാളും ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനം എന്ന് എണ്ണുവാൻ തക്ക ഇടയായി തീർന്നു. നാം ചരിത്രം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹം നാം പഠിക്കുമ്പോൾ, ദൈവസഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ, ഇന്ന് നാം ഒക്കെ അനുഭവിക്കുന്ന സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെ ആത്മീയ നന്മകളുടെയൊക്കെ പിന്നിൽ ഇതേ വിശ്വാസം ഏറ്റെടുത്തതായ ഭക്തന്മാർ ജീവിച്ചിരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളും ഈ രീതിയിലായിരിക്കുന്നത്. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു, മത്തായി സുവിശേഷം 19-ാം അധ്യായം 29-ാം വാക്യത്തിൽ, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിലല്ല നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കേണ്ടത്, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും. സ്വർഗത്തിലാണ് നമുക്ക് നിക്ഷേപം ഉണ്ടായിരിക്കേണ്ടത്. ലോകത്തിലെ നിക്ഷേപങ്ങളെ
മുറുകെ പുണർന്നുകൊണ്ട് ജീവിക്കുന്നവരെല്ലാം നിരാശയുള്ളവരായി തീരും. ലോകത്തിലെ കാര്യങ്ങൾ ആശ്രയിക്കുന്നവര്, അല്ലെങ്കിൽ മോശയെ പോലെ ലോകത്തിൽ അല്ലെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിലെ വിഷയത്തിൽ താൻ ട്രസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ബലഹീന മനുഷ്യൻ കൊടുക്കുന്ന പദവി എന്തോ അത് മാത്രമേ കിട്ടുകയുള്ളായിരുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ വിശ്വസിച്ചിറങ്ങി പുറപ്പെട്ടുകൊണ്ട് ദൈവത്തിന് എന്ത് കഴിയുമോ അതെല്ലാം തനിക്ക് ലഭിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഇതാണ് വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യേകത. നാം ദൈവത്തിൽ ആശ്രയിച്ചു പോകുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് എന്തെല്ലാം തരുവാൻ കഴിയുമോ അതെല്ലാം നമുക്ക് ലഭിക്കുവാൻ കൊണ്ട് ഇടയായി തീരും. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് താൻ നിരസിച്ചിട്ട് ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ ക്രിസ്തുവിന്റെ നിന്ന താൻ തിരഞ്ഞെടുക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. നിന്ന മനുഷ്യരുടെ നിന്ന നാം ആരും ഇഷ്ടപ്പെടുന്നതല്ല. നമ്മെ ഒരു രീതിയിലും നിന്ന പറയുന്നത്, നിന്ദിക്കുന്നത് നമുക്കൊരിക്കലും എടുക്കാൻ കഴിയാത്തതാണ്, നമുക്ക് വളരെ ഭാരമുളവാക്കുന്നതാണ്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുന്നത് വലിയ ധനമായി എണ്ണുവാൻ കഴിയണ ഒരു ദൈവവേദന. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ചു തൊള്ളുകയും നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. യേശു കർത്താവ് നിമിത്തം നിന്നയുണ്ടായാൽ, നിന്ദിച്ച് ഭ്രഷ്ടരാക്കി പേർ വിടക്ക് എന്ന് തള്ളുവാൻ ഇടയായി തീർന്നാൽ സന്തോഷിക്കുകയും സന്തോഷിച്ചു തുള്ളുകയും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലും കർത്താവ് 11-12 വാക്യങ്ങൾ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിക്കുകയും നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിന്ന വലിയ ധനമാണെന്ന് എണ്ണുവാൻ, യേശുവിന്റെ നിന്ന സഹിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുവാൻ ഇടയാകുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിലും അനുഭവത്തിൽ അത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ നമുക്ക് വായിക്കുവാനായി സാധിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ ഫിലിപ്പിയർ 3:11 വായിക്കുമ്പോൾ, ഫിലിപ്പിയർ 3:11 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെ, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എണ്ണുന്നു. എല്ലാം ഉപേക്ഷിച്ച് ധനികനായ ജ്ഞാനിയായ പൗലോസ് പറയാണ്, യേശു നിമിത്തം ആ വിശ്വാസം, യേശുവിനെ കുറിച്ചുള്ള ആ ഫെയ്ത്ത് ഉള്ളിൽ വന്നപ്പോൾ താൻ പറയാണ്, ഞാൻ ഇതെല്ലാം തനിക്കുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ, തനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് 5-6 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാനെ സംബന്ധിച്ച് സഭയെ ഉത്തരവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തവന്നിരിക്കുന്നു. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ആ വലിയ വരാൻ പോകുന്ന വലിയ പ്രതിഫലം താൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഛേദവൻ എണ്ണുവാൻ കൊണ്ട് ഇടയായി തീർന്നു. ആ വലിയ കാഴ്ചപ്പാട് വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നത്. വിശ്വാസത്തിന്റെ ദൃഷ്ടി അത് വലിയ കാഴ്ചയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഭക്തന്മാർ, നമ്മുടെ പിതാക്കന്മാർ, അന്നത്തെ ലോകത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ അവർ ബുദ്ധികേട് ചെയ്തെന്ന് വിചാരിച്ചിട്ടുണ്ട്. എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്, നാം വായിച്ചിട്ടുണ്ട്. ദൈവം വെളിപ്പെടുത്തിയ സത്യത്തിനു വേണ്ടി ഭൂസ്വത്ത് വിട്ടിട്ട്, സഹോദരങ്ങളെ വിട്ടിട്ട്, കുടുംബത്തെ വിട്ടിട്ട്, എത്രയോ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പേർ വിശ്വാസമാർഗം സ്വീകരിച്ചതിന്റെ ഫലമായി അവരുടെ കുടുംബങ്ങളിലെ ഒരു കാര്യത്തിനും അടുപ്പിക്കാതെ ഇരുന്നവർ, വിവാഹത്തിന് വിളിക്കാത്തവർ, വീട്ടിൽ സ്വന്തം പേരൻസ് മരിച്ചിട്ട് പോലും അറിയിക്കാതിരുന്നവർ. എന്തുകൊണ്ടാണ്? അവരെ കുറിച്ച് ലോകം പറഞ്ഞേക്കും അവർ മണ്ടത്തരമാണ് കാണിച്ചത്, നല്ല ജോലി ഉണ്ടായിരുന്ന, നല്ല പദവി ഉണ്ടായിരുന്നവർ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ലോകം
പറഞ്ഞേക്കും. എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതെല്ലാം താൽക്കാലികമാണ്. ഈ ലോകം തരുന്ന ധനം, ഈ ലോകം തരുന്ന ജ്ഞാനം, ഈ ലോകം തരുന്നതായ പദവി, ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. എന്നാൽ ഒരു ദിവസം അങ്ങേക്കരയിൽ നിൽക്കുമ്പോൾ ആ തേജസ്സിന്റെ നിത്യകാലം കണ്ടതുകൊണ്ട്, പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുവാൻ തന്നെ ഇടയായി തീർന്നു. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി വലിയ വിലയൊന്നും നാം കൊടുക്കേണ്ടി വന്നിട്ടില്ലായിരിക്കാം. ഇന്ന് നമുക്ക് കർത്താവിനെ അനുസരിക്കുവാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊന്നുമില്ല, ഒത്തിരി നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. എന്നാൽ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർക്കെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് എവിടെ നിന്നെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസത്തിന് വില കൊടുക്കേണ്ടതാണ്. എന്നാൽ ഒരു ദിവസം അങ്ങേക്കരയിൽ നിൽക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കുവാനായി ഇടയായി തീരുന്നത്. ഇന്ന് പൽക്കാലം വലിയ പ്രതിഫലത്തെ നമുക്ക് കാണണം. ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ടെമ്പറലാണ്, ഇത് താൽക്കാലികമാണെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. അതുകൊണ്ട് നമുക്ക് ആ നല്ല ദിവസത്തിന് വേണ്ടി, പ്രതിഫലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും ലോകം വെറുത്തവരുടെ വില നാം അറിയുന്ന ഒരു ദിവസമാണ്. അവരുടെ കൂടെ നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മുടെ ഫീലിംഗ് എങ്ങനെയായിരിക്കും? ഈ രാജ്യത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു, ഇവിടെ പണം ഉണ്ടാക്കുവാനുള്ള അവസരം ദൈവം തന്നു, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ ഒരുപാടുണ്ട്. എന്നാൽ അങ്ങേ ലോകത്തിൽ നിൽക്കുമ്പോൾ നാം നേടിയത് എന്തെന്നറിയുമ്പോൾ ലജ്ജിക്കുവാൻ നമുക്കിടയായി തീരരുത്. അതുകൊണ്ട് ആ വലിയ കാഴ്ചപ്പാട് ക്രിസ്തുവിന് നിന്ന വലിയ ധനമാണെന്ന് മോശയുടെ ജീവിതത്തിൽ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ആ പൊസിഷൻസ്, സക്സസ്ഫുൾ ലൈഫിനേക്കാൾ അവൻ തിരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ മാർഗമാണ്. സഹോദരന്മാരോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്, സ്വന്തം ജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്, ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനം എന്ന് എണ്ണി അവന് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ഇതാണ് വിശ്വാസം. നമുക്ക് മോശയെ പോലെ ഒത്തിരി കാര്യങ്ങളൊന്നും വിട്ടുകളയാനില്ല. എന്നാൽ നാം മുറുകെ പിടിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ലോകത്തിലെ നമ്മുടെ മരണം കൊണ്ട് തീരുന്നതാണെങ്കിൽ ബുദ്ധികേടാണ് കാണിക്കുന്നത്. അതിനെ മുറുകെ പിടിക്കാതെ ഇതെല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കി മുറുകെ പിടിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ദൈവം നമുക്ക് വെളിപ്പെടുത്തിയ സത്യങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ നിന്ന വഹിക്കണം, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കണം, അവന് വേണ്ടി ജീവിക്കണം. അതിനായി നമുക്ക് നമ്മെ